നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ ഓരോരോ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ പൊതുജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷയിലും പരീക്ഷണം കൊണ്ടുവന്നതിൽ വലഞ്ഞ ജനം. ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ പൊല്ലാപ്പാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെ ചൊല്ലി വകുപ്പ് മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും തമ്മിൽ തർക്കത്തിലാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ 8-10 ദിവസമായി. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോകണമെന്ന് വകുപ്പ് മന്ത്രിയും പരമ്പരാഗത ശൈലി തുടരണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും എടുത്തിരിക്കുന്ന നിലപാടും. ഈ നിലപാട് വളരെയധികം പ്രതിസന്ധിക്കും കാരണമായി. വീണ്ടും പരീക്ഷിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ സമരം കടുക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറയുന്നത്. ഇപ്പോൾ തന്നെ 10 ലക്ഷത്തോളം പേരാണ് ലൈസൻസ് എടുക്കാനായി കാത്തുവെട്ടിക്കിടക്കുന്നത്. പ്രതിസന്ധി ഇങ്ങനെ തുടർന്നാൽ ഇവരുടെ ഗതി പരിങ്ങലിലാകുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നവർ സ്വന്തം വാഹനം കൊണ്ടുവരണം എന്നാണ് ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. അതും പൊതുജനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ടെസ്റ്റിന് തീയതി ലഭിച്ചവർ ആവട്ടെ സ്വന്തം വാഹനവുമായി എത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലപ്രാപ്തിയിലായിട്ടില്ല. ഇന്നലെയും പല കേന്ദ്രങ്ങളിലും പലവിധ സമരങ്ങളും അരങ്ങേറുകയുണ്ടായി. KSRTCയുടെ സ്ഥലങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് സജ്ജമാകുന്നതെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ അതൊന്നും വീണ്ടും ഫലത്തിൽ കണ്ടില്ല. മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വെളിച്ചം കണ്ടില്ലെന്ന് വേണം കണക്കാക്കാൻ. വരുന്ന ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ജീവനക്കാർ മാർച്ചും ധർണയും നടത്തും. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ടെസ്റ്റ് നടത്താമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നൽകിയ നിർദ്ദേശം. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരുമെന്നാണ്. പുതിയ ട്രാക്ക് തയ്യാറാകുന്നതുവരെ ട്രാക്ക് ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിനായാണ് പരിഷ്കരണം നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായം. അത് തടസ്സപ്പെടുത്താൻ നിൽക്കാതെ നടപടികളുമായി സഹകരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറാകണമെന്നാണ്, അതാണ് വേണ്ടതെന്നാണ് സർക്കാരിന്റെ വാദവും. ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശവും നിഗമനവും മാനിച്ചാണ് സർക്കാർ പെരുമാറുന്നത്രേ. ചില സംഘടനാ നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. തുടർന്നാണ് ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ആനുപാതികമാകുന്നതിന്റെ പരമാവധി എണ്ണമാണ് നല്ലത് എന്നാണ് സർക്കാർ പറയുന്നത്. ഇത് അസംബന്ധമാണെന്നാണ് സ്കൂൾ ഭാരവാഹികളുടെ പക്ഷം. 10 ലക്ഷത്തിലധികം പേർ ലൈസൻസിനായി കാത്തുകെട്ടിക്കിടക്കുമ്പോൾ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് ഒരു ന്യായീകരണവും ഇല്ല എന്നാണ് അവരുടെ വാദം. നിലവിൽ ടെസ്റ്റ് നടത്തുന്ന 86 കേന്ദ്രങ്ങളിൽ 77 ഗ്രൗണ്ടുകളും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ വാടകയ്ക്കെടുത്തവയാണ്. ഈ ഗ്രൗണ്ടുകൾ അടച്ചിട്ടാണ് യൂണിയനുകൾ ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നത്. ടെസ്റ്റ് കേന്ദ്രങ്ങളായി പുതിയ ഇടങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 24 സ്ഥലങ്ങളാണവ. മറ്റിടങ്ങളിൽ സർക്കാരിന്റെയും സർക്കാർ സ്കൂളുകളുടെയും മൈതാനങ്ങൾ ഒരുക്കാനാണ് RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരം സൗകര്യമില്ലാത്തതെടുത്ത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വാടകയ്ക്ക് എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റിന് വരുന്നവരെ തിരിച്ചയക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം. ചില ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്ന സ്കൂളുകൾക്ക് സൗകര്യം ചെയ്യാനുണ്ട് എന്ന് സംശയമുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെയും അവരുടെ അസോസിയേഷന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരില്ല എന്ന നിലപാടാണ് ഗതാഗത മന്ത്രിക്കുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച സർക്കുലറിലെ മിക്ക നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ 3 മാസത്തിലേറെ സമയം നൽകിയിട്ടും ആശയക്കുഴപ്പം ഇതുവരെയും തീർന്നിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂൾ സെന്ററുകളിൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുക, സാധാരണ ജനങ്ങൾ 15 വർഷം കഴിഞ്ഞ് ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് അനുമതി നൽകുക, ഓരോ ഓഫീസിലും ടെസ്റ്റുകളുടെ എണ്ണം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കുക, ടെസ്റ്റ് സമയത്തെ ഡ്യുവൽ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സ്കൂൾ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാരും സമരം നടത്തുന്ന അസോസിയേഷനും നിലപാടിൽ ഉറച്ചുനിന്നാൽ സ്ഥിതികൾ വഷളാകാനേ ഉപകരിക്കൂ. പിടിവാശി ഉപേക്ഷിക്കാൻ ഇരു കൂട്ടരും മുന്നോട്ട് വരണമെന്നും പ്രശ്നപരിഹാരത്തിന് ഇത് മാത്രമാണ് പോംവഴിയെന്നുമാണ് ഉള്ളത്.